വടകര കേന്ദ്രീകരിച്ച് നടന്ന കോടികളുടെ രാസലഹരി വ്യാപാര കേസിൽ ഉൾപ്പെട്ട അധ്യാപികമാർ മയക്കുമരുന്ന് മാഫിയയിലെ പ്രധാന കണ്ണികളുമായി ബന്ധം സ്ഥാപിച്ചത് ജനപ്രിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഇൻസ്റ്റഗ്രാം വഴിയാണെന്ന് പോലീസിന്റെ നിർണായക കണ്ടെത്തൽ. ലഹരി മാഫിയയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെന്ന് കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അധ്യാപികമാർ ഇവരുമായി സൗഹൃദം സ്ഥാപിച്ചതെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച പ്രാഥമിക വിവരം. ലഹരി ശൃംഖലയുടെ തുടക്കത്തിൽ സ്വന്തം ആവശ്യത്തിനായി 2 അധ്യാപികമാരും ഇവർ വഴി വൻതോതിൽ MDMA വാങ്ങുകയായിരുന്നു. പിന്നീട് ലഹരിയുടെ ഉപയോഗം കൂടിയതോടെയും കൂടുതൽ പണം സമ്പാദിക്കാമെന്ന മോഹത്താലും ഇവർ ലഹരി വിൽപ്പനയിലെ പ്രധാന കണ്ണികളായി മാറി. കച്ചവടത്തിന് ഇടനിലക്കാരായി നിന്നതോടെ ഇവർക്ക് ലഹരി സംഘങ്ങളിൽ നിന്നും വൻ തുക കമ്മീഷനായി ലഭിച്ചിരുന്നുവെന്നും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. വലിയ രീതിയിൽ നടന്ന ലഹരി കച്ചവടത്തിൽ 50,000 രൂപയുടെ MDMA വിറ്റഴിച്ചാൽ 3,000 രൂപയാണ് തങ്ങൾക്ക് കമ്മീഷൻ കിട്ടിയിരുന്നത് എന്നാണ് ചോദ്യം ചെയ്യലിൽ അധ്യാപികമാർ പോലീസിന് നൽകിയ മൊഴി. എന്നാൽ ഈ വാദം പൂർണ്ണമായും തെറ്റാണെന്നും ഇതിലും വലിയ സാമ്പത്തിക ലാഭമാണ് ഇവർ ലഹരി വിൽപ്പനയുടെ നടത്തിയിരുന്നതെന്നും അന്വേഷണ സംഘം ഉറപ്പിച്ചു പറയുന്നുണ്ട്. 3 പേരും വ്യത്യസ്തമായ മൊഴികളാണ് നൽകുന്നതുകൊണ്ട് തന്നെ 3 പേരെയും ഒരുമിച്ചിരുത്തിക്കൊണ്ടുള്ള ചോദ്യം ചെയ്യൽ നടത്തേണ്ടതുണ്ട്. എങ്കിൽ കൂടുതൽ വിവരങ്ങൾ, വിശദാംശങ്ങൾ ലഭ്യമാകുമെന്നതാണ് പോലീസിന്റെ ഭാഷ്യം. MDMA വാങ്ങാനെത്തുന്ന ആവശ്യക്കാർ കീർത്തനയുടെയും കാവ്യയുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് അയച്ചു നൽകുന്ന പണം ഇവർ സ്വന്തം വ്യക്തിഗത ആവശ്യങ്ങൾക്കായി ധൂർത്തടിച്ചിരുന്നതായി പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുമുണ്ട്. MDMA വിതരണത്തെക്കാൾ വലിയ തോതിലുള്ള സാമ്പത്തിക പ്രതിഫലവും ആനുകൂല്യങ്ങളും ഈ അധ്യാപികമാർക്ക് ഈ വിതരണക്കാർ നൽകിയിരുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണ് പോലീസിന് ലഭിക്കുന്നത്. ഇതിന്റെ കേസിൽ പ്രധാനിയായി കാവ്യ അടുത്തൊരു പുതിയ കാർ സ്വന്തമാക്കിയെന്ന വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ വാഹനം ലഹരിപ്പണം ഉപയോഗിച്ചാണോ വാങ്ങിയതെന്നും കാറിന്റെ രജിസ്ട്രേഷൻ വിവരങ്ങളും പോലീസ് ആഴത്തിൽ പരിശോധിച്ച് വരികയാണ്. മംഗളൂരുവിലുള്ള ഒരു സുഹൃത്ത് വഴിയാണ് ഇവർ ആദ്യമായി MDMA എന്ന മാരക രാസലഹരി ഉപയോഗിക്കാൻ തുടങ്ങിയത്. പിന്നീട് കൂടുതൽ ലഹരി വേണമെന്ന ഘട്ടം വന്നതോടെയാണ് വിൽപ്പനക്കാരെ തേടി ഇൻസ്റ്റഗ്രാം വഴി ബന്ധങ്ങൾ സ്ഥാപിക്കുന്നത്. സമൂഹത്തിൽ മാന്യമായ പദവിയിലുള്ള അധ്യാപികമാരാണ് ഇരുവരും എന്ന കാര്യം ലഹരി മാഫിയ തങ്ങളുടെ സുരക്ഷിതമായ വിതരണത്തിനായി പരമാവധി ചൂഷണം ചെയ്യുകയായിരുന്നു. തങ്ങൾ പോലീസിന്റെ കണ്ണിൽ പെടാതിരിക്കാനും സംശയം തോന്നാതിരിക്കാനും ലഹരി ആവശ്യക്കാർക്ക് ഈ അധ്യാപികമാരുടെ അക്കൗണ്ട് നമ്പറുകളാണ് ലഹരി സംഘങ്ങൾ കൈമാറിയിരുന്നത്. കാവ്യയും കീർത്തനയും ദീർഘകാലമായി കടുത്ത സൗഹൃദം പുലർത്തുന്നവരാണ്. ഇരുവരും ഒന്നിച്ചു നടത്തിയ വിനോദയാത്രകളുടെ വിവരങ്ങളും ചിത്രങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇവർക്ക് പുറമെ മറ്റൊരു യുവതി കൂടി ഈ ലഹരി ശൃംഖലയിൽ സജീവമായി പ്രവർത്തിച്ചിരുന്നതായി പോലീസ് സംശയിക്കുന്നുണ്ട്. പ്രതികളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളുടെ പരിശോധന പൂർത്തിയാകുന്നതോടെ ഇക്കാര്യത്തിൽ പൂർണ്ണമായ വ്യക്തത വരും. അതേസമയം വടകരയിലെ കോടികളുടെ രാസലഹരി ഇടപാടുകളുമായി ബന്ധപ്പെട്ട് 3ാമത്തെ അധ്യാപികയും ലഹരി കൈമാറാൻ ഇടനിലക്കാരനായി നിന്ന ഫുഡ് ഡെലിവറി ബോയും ചൊവ്വാഴ്ച അറസ്റ്റിലായതോടെയാണ് കേരളത്തെ ഒന്നടങ്കം നടുക്കിയ ലഹരി ശൃംഖലയുടെ പുറം ലോകം അറിയാത്ത കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത്. പേരാമ്പ്ര BRCയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററും ആവള കുട്ടോത്ത് വലിയപറമ്പിൽ VP നീഷ്മയാണ് ചൊവ്വാഴ്ച അറസ്റ്റിലായത്. സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദം കൂടിയുള്ള ഉന്നത വിദ്യാഭ്യാസ സമ്പന്നയാണ് അറസ്റ്റിലായ നീഷ്മ. ലഹരി വിൽപ്പന വഴിയുള്ള ഭീമമായ തുക നീഷ്മയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒഴുകിയെത്തിയതായി കണ്ടെത്തിയതോടെയാണ് പോലീസ് ഇവരെ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്തത്.